നമസ്കാരം. ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ പോഡ്കാസ്റ്റ് പ്രോഗ്രാമായ മെഡ് പോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മിഞ്ചു മേരി വർഗീസ്, കൺസൾട്ടന്റ് അനസ്തീഷ്യോളജിസ്റ്റ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് സീനിയർ കൺസൾട്ടന്റ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പി ജോൺ മാത്യു ആണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോക്ടർ മിഞ്ചു ഫോർ ഹാവിംഗ് മീ. എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി? എന്തൊക്കെ സർജറീസ് ആണ് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർക്ക് ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും ഡോക്ടർ മിഞ്ചു. ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി നമ്മളുടെ വയറിൻ്റെ ഭിത്തിയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടി ടെലസ്കോപ്പ് ഉള്ളിൽ കടത്തി ടെലിവിഷൻ മോണിറ്ററിൽ നോക്കി ചെയ്യുന്ന ഓപ്പറേഷനാണ് ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി. മുറിവുകൾ തീരെ ചെറുതായതിനാലാണ് ഇത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരമ്പരാഗതമായ ഓപ്പൺ സർജറി ചെയ്തു കഴിഞ്ഞാൽ വലിയ മുറിവുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ഇൻഫെക്ഷൻ റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ഹോസ്പിറ്റൽ വാസം കൂടുകയും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാലതാമസവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ലാപ്രോസ്കോപ്പിക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ലാപ്രോസ്കോപ്പി സർജറി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. മുറിവുകൾ തീരെ ചെറുതായതിനാൽ 5 മില്ലിമീറ്ററുള്ള മുറിവായതിനാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ മുറിവുകൾ തുറന്നിടുകയും 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഈ കാണുന്ന ഇമേജസ് ടെലിവിഷൻ മോണിറ്ററിൽ 20 ടൈംസ് ഓളം മാഗ്നിഫൈ ചെയ്ത് കാണുന്നതല്ല, ഇവിടെ രക്തസ്രാവം തീരെ ഇല്ലാതിരിക്കുകയും അതിനാൽ ഇൻഫെക്ഷൻ റേറ്റ് വളരെ കുറവായതിനാൽ പേഷ്യൻ്റ് എത്രയും വേഗം സുഖം പ്രാപിച്ച് വീട്ടിൽ പോകാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഒട്ടുമിക്ക ഓപ്പറേഷനുകളിലും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ ചെയ്യുന്നത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ, ഹെർണിയയുടെ ഓപ്പറേഷൻ, പിത്താശയക്കല്ല് അഥവാ ഗോൾ ബ്ലാഡർ സർജറി, അമിതവണ്ണത്തിനുള്ള ശസ്ത്രക്രിയ, ആമാശയത്തിലെ രോഗങ്ങൾ, ചെറുകുടൽ, വൻകുടൽ, പാൻക്രിയാസ് എന്നിവയുടെ ഓപ്പറേഷനുകൾ, ഗൈനക്കോളജിയിൽ യൂട്രസിൻ്റെ ഓപ്പറേഷൻ, ഓവറിയുടെ ഓപ്പറേഷൻ, ട്യൂബിൽ അസാധാരണമായുള്ള ഗർഭധാരണ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സർജറികൾക്കും ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ നമുക്ക് പരിഹാരം നേടാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞുവല്ലോ, പിത്താശയക്കല്ല് അഥവാ ഗോൾ ബ്ലാഡർ സ്റ്റോൺ, ഹെർണിയ മുതലായ സർജറികൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനായി വരുന്ന പ്രായാധിക്യമുള്ള രോഗികളിൽ മറ്റേത് ഡോക്ടർമാരുടെ സേവനമാണ് ആവശ്യമായി വരുന്നത് എന്നൊന്ന് പറയാമോ? എൻ്റെ അടുക്കൽ എൽഡേർലി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള കീഹോൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അനുബന്ധമായ അസുഖങ്ങൾ ഉള്ളവരായിരിക്കും. ഉദാഹരണത്തിന് ഹൃദ്രോഗമുള്ള രോഗികൾ, ശ്വാസമുട്ടുള്ള ആസ്മ ഉള്ള രോഗികൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികൾ, പ്രമേഹം നിയന്ത്രിതമാകാത്ത രോഗികൾ, ഇങ്ങനെയുള്ള രോഗികളെ ഒരു കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരു പ്രീ ഓപ്റ്റിമൈസേഷൻ പ്രോഗ്രാമിൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഹൃദ്രോഗമുള്ള രോഗിയെ ഞങ്ങൾ കാർഡിയോളജി ടീം കണ്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുകയും ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികൾക്ക് നെഫ്രോളജി ഡോക്ടറെ കണ്ട് നെഫ്രോളജി സൈഡിൽ നിന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഫിറ്റ്നസ് തരികയും, ആസ്മ, ശ്വാസമുട്ടൽ എന്നീ പ്രോബ്ലംസ് ഉള്ളവരെ ഞങ്ങളുടെ പൾമണോളജി ഡോക്ടർ ചിലപ്പോൾ 1-2 ദിവസം മുൻപേ ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രീ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടാണ് ഫിറ്റ്നസ് തരാറുള്ളത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കീഹോൾ സർജറി പ്രായാധികമായുള്ള രോഗികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സർജറിക്ക് മുമ്പ് മറ്റു രോഗങ്ങൾ ക്രമപ്പെടുത്താതെ നമ്മൾ ഇങ്ങനെയുള്ള കീഹോൾ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അനുബന്ധത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒരു കീഹോൾ സർജറിക്ക് വിധേയമാകാൻ പാടുള്ളൂ.
സോ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറിയെ പറ്റിയുള്ള സംശയങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. താങ്ക് യു ഡോക്ടർ മിഞ്ചു ഫോർ യുവർ ടൈം. അടുത്തൊരു മെഡ് പോഡിലൂടെ നമ്മൾ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. മീ സൈനിങ് ഓഫ്, ഡോക്ടർ മിഞ്ചു.